പുച്ഛമാണ്, പുച്ഛം എന്ന് വെച്ചാൽ ഈ നീതിപാലകന്മാരോടും ഈ പോലീസ് വകുപ്പിനോടും ഇതിലെന്ത് വന്നാലും ശരിയാണ്, ഈ നീതിന്യായ വ്യവസ്ഥയോടും എല്ലാവരോടും എനിക്ക് പുച്ഛ, പക, തീർത്ത പക. എൻ്റെ മോളുടെ ജീവിതം പിച്ച് ചീന്തി എറിഞ്ഞിട്ട് അതിന് ഒരു നീതി കിട്ടാണ്ട് എത്തിച്ച ഈ സമൂഹം എന്തിനാണ്? ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, നീതി ഇവിടെ നിന്ന് പിന്നെ നമ്മൾ കൊലപാതകങ്ങളും ക്രിമിനലുകളൊക്കെ ആകണത് നമ്മുടെ സമൂഹവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ് നമ്മളതിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം. രാഹുൽ എവിടെ? ചോദിക്കേണ്ടത് പോലീസിനോടാണ്, കണ്ടെത്തേണ്ടത് പോലീസാണ്. എന്നാൽ രാഹുലിന് സുരക്ഷ ഒരുക്കിയ പോലീസിനോടാണോ അത് ചോദിക്കേണ്ടത്? പന്തീരാങ്കാവ് കേസിൽ നവവധുവിന്റെ കുടുംബം കേരളത്തിന് നവീനമായ മാതൃകയാണ്. മകളുടെ അവസ്ഥ മനസ്സിലാക്കിയ കുടുംബം അഭിമാന പ്രശ്നമായല്ല കാര്യങ്ങൾ കണ്ടത്, നിയമപ്രശ്നമായാണ്, ക്രിമിനൽ കുറ്റമായാണ്. അവിടെയാണ് പോലീസിന്റെ ഒത്തുകളി പൊറുക്കാനാകാത്ത തെറ്റാകുന്നത്. പുച്ഛം തോന്നുന്നെന്ന അമ്മയുടെ പ്രതികരണത്തിന് പിന്നിൽ ആരോടുമുള്ള വിരോധമല്ല, വ്യക്തി നിവർന്നു നിന്നാലും വ്യവസ്ഥ തോൽപ്പിക്കുന്നു എന്ന അവസ്ഥയോടുള്ള എതിർപ്പാണ്. അത് കേൾക്കണം കേരള സർക്കാർ. സരിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ നൽകുന്നതിൽ തീരുന്നതല്ല അത്. രാജ്യത്തിന് പുറത്ത് രാഹുലും പന്തീരാങ്കാവിൽ രാഹുൽ മൈത്രി പോലീസും സുഖവാസം തുടരണോ എന്ന ചോദ്യമാണ് എല്ലാ അമ്മമാർക്കും വേണ്ടി ഉയരുന്നത്. അതിന് മതിയായ മറുപടി നൽകേണ്ടേ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. വഴിയൊരുക്കിയത് പോലീസോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പെൺകുട്ടിയുടെ മാതാവും രാഹുലിന്റെ മാതാവും തത്സമയം ചേരുന്നു എൻകൗണ്ടറിലൊപ്പം സാമൂഹ്യ നിരീക്ഷകൻ പ്രൊഫസർ എം എൻ കാരശ്ശേരി, റിട്ടയർഡ് SP സുഭാഷ് ബാബു എന്നിവരും തത്സമയം അതിഥികളായി പങ്കെടുക്കുന്നു. ആദ്യം രാഹുലിന്റെ അമ്മയിലേക്കാണ്. രാഹുലിന്റെ അമ്മ, മകനെ പറ്റി അറിയുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് രാഹുൽ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് അമ്മയ്ക്ക് എന്താണ് അറിയുന്നത്? എനിക്ക് യാതൊരു വിവരവുമില്ല സാറേ. മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മോൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ സങ്കടത്തിലാണ്. എപ്പോൾ മുതലാണ് രാഹുലിനെ കാണാതായത് അമ്മ? ഇന്നലെ വൈകുന്നേരം ഉച്ച മുതൽ ചോറ് തിന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോയതാണ്, വക്കീലിനെ കാണാൻ പോയതാണ്. അതിന് ശേഷം മുതലാണ് കുട്ടീൻ്റെ യാതൊരു അറിവുമില്ലാത്ത. ഈ നാട് വിട്ടിട്ടുണ്ടാകുമോ മകൻ? ഇല്ല, ഞങ്ങൾക്ക് യാതൊരു ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോ സിംഗപ്പൂരിലേക്ക് പോയി എന്നൊക്കെ കേൾക്കുന്നു. എന്നോട് പറയാതെ മോൻ എവിടേക്ക് അറിയില്ല സാറേ. അത് സത്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാണ് ജർമ്മനിയിൽ പോകേണ്ടിയിരുന്നത് രാഹുലിന്? രാഹുല് പോകേണ്ടി കുറച്ച് ദിവസം കൂടെ ലീവ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 14-ാം തീയതിയാണ് പോകേണ്ട ഡേറ്റ് വന്നത്. അപ്പോൾ കല്യാണമൊക്കെ അതിനെ കൊണ്ട് കുറച്ചും കൂടെ നീട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ മാസം ലാസ്റ്റോടുകൂടി പോകണമെന്നാണ് അവൻ പറയുന്നത്. തീയതി പറഞ്ഞില്ലേ? 26 മറ്റോ തീയതി പറഞ്ഞിരുന്നോ? അത് തന്നെ, ഈ മാസം ലാസ്റ്റോടെന്ന് പറയുമ്പോൾ 26, 25 അങ്ങനെ പറഞ്ഞ് ടിക്കറ്റ് കിട്ടുമ്പോൾ പോകുമെന്നാണ് പറഞ്ഞത്. 26-ാം തീയതി കറക്റ്റ് പറയുന്നില്ല. ഈ മാസം അവസാനത്തെ ടിക്കറ്റ് ശരിയായിരുന്നോ രാഹുലിന്? ഇല്ല, കിട്ടിയിട്ടില്ല. ടിക്കറ്റ് ഓക്കെ അല്ലല്ലോ. ടിക്കറ്റ് എന്നത്തേനാ എടുക്കുന്നതെന്നും പറഞ്ഞില്ല. അല്ല, അന്ന് പറഞ്ഞിരുന്നു, കല്യാണം കഴിഞ്ഞവൻ പറഞ്ഞ് ഞാൻ 26-ാം തീയതി പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പം കുറച്ചുകൂടെ നീട്ടാമെന്നുള്ളത് പറഞ്ഞിരുന്നു. എന്ത് ഇഷ്യൂ വന്നപ്പോൾ? ഈ പ്രശ്നം വന്നപ്പോൾ. ഈ പ്രശ്നം എന്നാണ് വന്നത്? 26-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച. അതിനുശേഷമാണോ അമ്മയോട് രാഹുൽ പറഞ്ഞത് പോകുന്നത് നീട്ടുന്നു എന്ന്? നീട്ടുന്നു. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി വന്നതിന് ശേഷമാണോ ഈ കാര്യങ്ങൾ പറയുന്നത്? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുന്നേ പറഞ്ഞു. അത് കഴിഞ്ഞും പറഞ്ഞു, അമ്മ എനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നീട്ടി ചോദിക്കട്ടെ, ലീവൊക്കെ അവിടേക്ക് ചോദിക്കട്ടെ, പിന്നെ എന്നിട്ട് നമുക്ക് ടിക്കറ്റ് ഓക്കെ ആക്കാന്നൊക്കെ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപ് ഈ ജർമ്മനിയിലേക്ക് പോകുന്ന തീയതി നീട്ടാൻ ആലോചിച്ചത് എന്തുകൊണ്ടാണ് രാഹുൽ? സാറേ ഇത് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിനെ കൊണ്ട് ചിലപ്പോൾ നീട്ടുമെന്ന് പറഞ്ഞു. നീട്ടിയാലേ പറ്റുള്ളൂ, പോകാൻ കഴിയൂലല്ലോ.
ചിലപ്പോൾ കേസിന് വിളിച്ചാൽ പോകട്ടെ, അപ്പോൾ ലേശം കൂടെ ഒന്ന് സാവധാനം ചോദിക്കാം എന്നോട് ഇങ്ങനെ ഒരു സൂചന പറഞ്ഞിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ് പോകുകയില്ല എന്നുള്ളത്. എന്ത് വന്നാലും എന്നോട് പറയൂ. നിങ്ങളുടെ വീട്ടിലേക്ക് പിന്നീട് പോലീസ് എത്തുകയോ നിങ്ങളുടെയൊക്കെ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആ സാറ് വന്നല്ലോ ഇവിടെ. സാറ് രാഹുലിനെ ആദ്യം വന്നപ്പം കണ്ടു, മൊഴിയെടുത്ത് പേപ്പറിൽ ഒപ്പിടിയിച്ചു, പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ രാഹുലുമായിട്ട് എന്നെ സാറ് കണ്ടതാണല്ലോ. അതെന്നായിരുന്നു? ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് രാത്രിയിൽ. മിനിഞ്ഞാന്ന് രാത്രിയിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്നറിയുമോ? പേര്? പേരറിയില്ല സാറേ. അത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ എന്താണ് പറഞ്ഞത്? എല്ലാ കാര്യവും അമ്മയോട് പറയുമെന്നാണല്ലോ പറയുന്നത്. രാഹുൽ എന്താണ് പറഞ്ഞത്? രാഹുൽ പറയുന്നത് ഇപ്പോൾ ഉടനെ പോകുന്നില്ല, നമുക്കിത് അവൻ ചെയ്ത തെറ്റ് പറയുന്നുണ്ട്. അപ്പം കോടതി വിളിച്ചാൽ ഞാൻ പോകാം, ഞാൻ നേരിടാമെന്നാണ് പറയുന്നത്. എന്താണ് തെറ്റായി പറഞ്ഞത്? തെറ്റ് ചെയ്തു എന്ന് രാഹുൽ പറഞ്ഞല്ലോ. എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? അടിച്ചെന്നാ പറഞ്ഞേ. ഈ കാര്യങ്ങളൊക്കെ പോലീസ് വന്ന് അന്വേഷിച്ചു, രാഹുൽ അതൊക്കെ സമ്മതിക്കുകയും ചെയ്തു എന്നാണോ? ആണ്. കോടതി പോയപ്പോഴും, അതായത് പോലീസ് സ്റ്റേഷനിൽ, പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് അവർ കൊടുക്കുമ്പോൾ കോട്ടയത്ത് അല്ല, ഈ ഭാര്യ വീട്ടിൽ നിന്ന്, അതായത് മരുമോടെ വീട്ടിൽ നിന്ന് വന്നവരുൾപ്പെടെ അവിടെ ഉണ്ട്. മോൻ കോടതിയിൽ അവിടെ അല്ല സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുന്നാണ് താലിമാല വരെ ഊരി തരുന്നത്. ശരി, അതിനുശേഷം ഈ പോലീസുകാരൻ വന്നു ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. അതിനുശേഷവും പറയുന്നുണ്ടല്ലോ അല്ലേ, ജർമ്മനിയിലേക്ക് ഉടൻ പോകാൻ കഴിയില്ല എന്ന്? ആ പറയുന്നുണ്ട്. പിന്നെ എവിടെ പോയി? കാരണം സാറ് തലേ ദിവസം വരുമ്പോൾ അതറിയില്ല സാറ്, കാരണം ഫോൺ സ്വിച്ച് ഓഫാ, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എൻ്റെ കുട്ടി എവിടെയാണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അവനേ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട, ഭർത്താവ് മരിച്ചതാണ്. ഞാൻ സുഖമില്ലാത്ത ഒരാളാണ്. നട്ടലിൻ്റെ പ്രശ്നം, കാലിൻ്റെ 2 ഓപ്പറേഷൻ കഴിഞ്ഞ്, തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്, നട്ടലിന് ഇപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. ഞാൻ ആ റെസ്റ്റിലായതിനെ കൊണ്ടാണ് എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. രാഹുല് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്രയും ക്രൂരമായൊക്കെ മർദ്ദിക്കേണ്ട സാഹചര്യം എന്താണ്? ഫോണിന്റെ ഇഷ്യൂ ആണെന്നാ പറയുന്നത്. ഫോണിന്റെ എന്ത് ഇഷ്യൂ? ഫോണിന്റെ അകത്ത് വന്ന മെസ്സേജ് അവന് സഹിച്ചില്ല. അവൻ മെസ്സേജ് വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാമുകം മെസ്സേജ് അയച്ചെന്നാ പറയുന്നത്. അപ്പം അത് ചോദ്യം ചെയ്തപ്പം സത്യം പറയുന്നില്ല, മറച്ചു വെക്കാന്ന് അവൻ പറയുന്നത്. ഞാൻ നല്ലപോലെ എന്താ വെച്ചാൽ കൂട്ടിപ്പിടിച്ച് ഭാര്യയായിട്ട് കൊണ്ടുനടന്ന് എൻ്റെ ഭാര്യ ആയപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേന്ന്, അതെന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന്. അപ്പോൾ അവിടെ വാക്കുതർക്കം ഉണ്ടായി. അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല സാറേ, ഇതൊന്നും സംഭവമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അതാണ് ഞങ്ങളുടെ നിന്ന് വന്നൊരു തെറ്റ്. ഈ ഒരൊറ്റ ദിവസം മാത്രമാണോ ഇവർ തമ്മിൽ കലഹമുണ്ടായത് വീട്ടിൽ? ഇതിനു മുന്നേ ഒരു കലഹവും ഒരു പ്രശ്നവും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെയാണ് ഇവർ നടക്കുന്നത്. ഇവർ പുറത്തു പോകുന്നതും ഒന്നിച്ച് വരുന്നതും പിന്നെ ഭക്ഷണം കഴിക്കാൻ വരുന്നതും റൂമിൻ്റെ ഉള്ളിലാണ്. ഏതുവരെ മരുമോൾ എൻ്റെ കൂടെ വരുമോ, സഹകരിക്കുമോ, ഞങ്ങൾക്ക് മുഖം തരുമോ, ഞങ്ങളുടെ കൂടെ ഒന്നുമില്ല. കാരണം ഞാൻ വിചാരിച്ച എന്നതാ പോകാൻ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ല, അപ്പം അവർ ഇതായിക്കോട്ടെ എന്ന് കണ്ടിട്ട് ഞങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഒന്നിനും ഇടപെടാൻ പോകും. ശരി, രാഹുലിന്റെ മാതാവ് തുടരുക. എനിക്ക് താങ്കളിലേക്ക് വീണ്ടും ചോദ്യങ്ങളുണ്ട്, ദയവേത് തുടരുക. പെൺകുട്ടിയുടെ അമ്മയും ഇപ്പോൾ ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ ഈ പുതുതായി കിട്ടുന്ന വിവരങ്ങൾ എന്താണ് രാഹുലുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ അവിടെ പോലീസ് വന്ന് മൊഴിയൊക്കെ എടുക്കാനിരിക്കുകയാണല്ലോ. അവരോട് ചോദിച്ചോ ഈ രാഹുൽ എവിടെയാണ് എന്ന്, എന്തെങ്കിലും അറിവുണ്ടോ എന്ന്? ഞാൻ അവർ ചോദിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് മുമ്പ് അറിഞ്ഞത് അവൻ ബാംഗ്ലൂർ വഴി സിംഗപ്പൂർക്ക് പോയെന്നാണ്. ഇപ്പോൾ വന്ന പോലീസുകാരോടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ വളരെ വീക്കുമാണ്, ടയേർഡുമാണ്. എനിക്കൊരു സർജറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ശരിക്കും എനിക്ക് ബെഡ് റെസ്റ്റാണ്. പക്ഷേ എനിക്ക് ബെഡ് റെസ്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഈ എല്ലാവരോടും സംസാരിച്ചും പിടിച്ചും ഇന്ന് ഞാൻ വളരെ വീക്കായി. ഇപ്പം അവർ വരുമ്പോൾ ഞാൻ കിടക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ എൻ്റെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതിവേഗം വീണ്ടും പെൺകുട്ടിയുടെ അമ്മയിലേക്ക് വരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
കേൾക്കാം. അമ്മ പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് അവരുടെ അച്ഛനുണ്ട്, ഇളയച്ചന്മാരുണ്ട്, അവരൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അവർ ചോദിച്ചോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ ഇവിടെ കിടക്കുകയായിരുന്നു. ഞാൻ വെച്ചാൽ വളരെ വീക്കാ. അതുകൊണ്ടിട്ട് ഞാൻ അവിടെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അവിടെ ചെന്ന് നിൽക്കുക ഒന്നും ചെയ്തില്ല. ഇപ്പോ ഈ രാഹുല് ബാംഗ്ലൂർ വഴി സിംഗപ്പൂര് കടന്നു എന്നാണ് പറയുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ നിങ്ങൾക്ക് കൈമാറിയിട്ടില്ലല്ലോ? ഇല്ല, കൈമാറിയിട്ടില്ല. പക്ഷെ രാഹുൽ മുങ്ങിയെന്ന് തന്നെ നിങ്ങൾ സംശയിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും സംശയിക്കുന്നുണ്ട് ഞങ്ങള്. അങ്ങനെയെങ്കിൽ അതിന് വഴിവെച്ചത് ആരാണ്? അത് വഴിവെച്ചത് ഇത്രയും മീഡിയ വഴി ലോകം മുഴുവൻ അറിഞ്ഞ ഒരു കാര്യം ഉണ്ടായിട്ടും അവന് ബാംഗ്ലൂർ വഴി സിംഗപ്പൂർക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ അത് പന്തീരങ്കാവ് പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ്. അവിടുത്തെ ആ CIയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. സഹായിച്ചെന്ന് വെച്ചാല് ആ CIയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് നല്ല കാര്യമായി തോന്നുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പക്ഷേ സസ്പെൻഡ് ചെയ്തു, പക്ഷെ അതൊന്നും ഈ ഇങ്ങനത്തെ കുറ്റകൃത്യം ചെയ്തവർക്കുള്ള ശിക്ഷയല്ല. എന്ന് വെച്ചാൽ നാളെ സസ്പെൻഷൻ കഴിഞ്ഞു, ഇപ്പം അവർക്ക് വീട്ടിലിരുന്ന് സുഖിക്കാം. നാളെ സസ്പെൻഷൻ കഴിഞ്ഞു, അവർ വീണ്ടും വരും. അപ്പോൾ ഇതുപോലെ ഒരു എരനെ അവർ വീണ്ടും കിട്ടും അവർക്ക്. അപ്പോൾ അതിനോട് കാണിക്കുന്നത് ഇതുപോലത്തെ അനീതിയായിരിക്കും. അപ്പോൾ സസ്പെൻഷൻ കൊണ്ട് കാര്യം ശരി എന്ന് വെച്ചാൽ അയാൾ ആ സാറ് തെറ്റുകാരനാണെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് വന്നിട്ടുണ്ടല്ലോ, അതൊരു സമാധാനം. പക്ഷേ ഈ ശിക്ഷ പോരാ എന്ന് വെച്ചാൽ പോലീസുകാരൊന്നും നന്നാകില്ല. ഞങ്ങൾക്ക് അത്രയ്ക്ക് മോശമായ ഒരു അനുഭവം എനിക്കും എൻ്റെ മകൾക്കും ഞങ്ങൾ അവിടെ ചെന്ന് 26 പേർക്കും 1:30 മണി മുടങ്ങി 7 മണി വരെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, കൊച്ചു കുട്ടികൾ സഹിതം. അതുപോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, കസേരയിട്ട് കൊടുത്തിട്ടുണ്ട്, അവൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. എൻ്റെ മകളെ 3 പേര് പിടിച്ച് കണ്ണ് തുറക്കാൻ പാടില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ചെന്നിട്ട് ഒരു കസേര ഇട്ട് കൊടുത്ത് അവിടെ ഇരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. ഞങ്ങൾ അവിടെ അത്രയോ മണിക്കൂർ നിർത്തി. ഞങ്ങൾ ഓരോരുത്തരും ചെന്ന് അവളുടെ അച്ഛനും മറ്റുള്ള ബന്ധുക്കളും ചെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് മൊഴിയെടുക്കാത്തതെന്ന് ചോദിച്ചിട്ട് നമ്മളെ പരിഹസിക്കുക. അവർ ഈ രാഹുല് സരിൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ തോളിൽ കൈയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു അവിടെ എന്നാണോ പറയുന്നത്? ഈ സരിൻ്റെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വേറൊരു പോലീസുകാരൻ്റെ തോളത്താണ് കൈയിട്ട് നടന്നിരുന്നതായിട്ടാണ് കണ്ടത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ സരിൻ എന്ന ആളവിടെ ഉണ്ടായിരുന്നില്ല. ഒരു 3-4 മണിക്കൂർ വൈകിയാണ് വന്നത്. വേറെ പോലീസുകാരുണ്ടായിരുന്നു. അതാരൊക്കെയാണെന്ന് ശ്രദ്ധിക്കാൻ ഏതാളാണ് നമ്മൾക്ക് മുഖമൊന്നും ഓർമ്മയില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവനെ കണ്ടോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് നീതി കിട്ടില്ലെന്ന്. അപ്പം എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, അങ്ങനെ ഒന്നും പറയലേന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി നീതി കിട്ടില്ല എന്ന് വെച്ചാൽ അതുകൊണ്ടാണല്ലോ ഒരു പ്രതിക്ക് പോലീസുകാരുടെ മുമ്പിൽ കസേരയിട്ട് കൊടുത്ത് അവിടെ ഇരുത്തി അവനോട് സല്ലപിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിനോട് അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസുകാർ പെരുമാറുമോ? അപ്പൊ ഈ സരിൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നോ രീതി? സരിന്റെ രീതിയും ഇങ്ങനെ തന്നെയായിരുന്നോ? രാഹുലിനോട് വളരെ സ്നേഹത്തോടെയാണോ പെരുമാറിയത്? ഇങ്ങനെ തന്നെയായിരുന്നു. സ്നേഹത്തോടു കൂടിയായിരുന്നു. എങ്ങനെയായാലും പിന്നെ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇവർ 2 പേരും ഉണ്ടായി, എൻ്റെ മോളും ഉണ്ടായി ഇവനും ഉണ്ടായി. എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളുടെ തീരുമാനം എന്താണ് പറഞ്ഞു. എൻ്റെ മകളെ ഇതുപോലെ ചെയ്യാമെങ്കിൽ ഒരു ദിവസം കൂടി ഇവൻ്റെ കൂടെ താമസിപ്പിച്ചാൽ ഞങ്ങൾക്ക് കാണേണ്ടി വരുന്നത് പുതപ്പിച്ച് കിടക്കുന്ന ശരീരമായിരിക്കും. അതുകൊണ്ടിട്ട് ഇവൻ്റെ കൂടെ ഞങ്ങൾ ഇനി വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറ് പറഞ്ഞ എന്താണെന്നാ, ഇതൊക്കെ പതിവല്ലേ, ഒരു പ്രാവശ്യം അങ്ങനെ ഇടിച്ചു എന്നും പറഞ്ഞാൽ എന്തോരം അത് കഴിഞ്ഞിട്ട് എത്ര പേര് നന്നായി ജീവിക്കുന്നു. അതുകൊണ്ട് അവരെ അങ്ങോട്ട് വിടുന്നതല്ലേ നല്ലത്. പിന്നെ അതിനൊരു ഉദാഹരണം കൂടി എന്നോട് പറഞ്ഞു. പിന്നെ ഈ അടുത്തെങ്ങോ ഞാനിപ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ട് പത്രമൊന്നും വായിക്കാറില്ലേ, അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. എന്നോട് പറഞ്ഞു ഇതേ ഒരു ഉദാഹരണം പറയാം ഞാൻ. ഈ അടുത്ത് കല്യാണത്തിന് വന്ന വരൻ ഒരുപാട് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി
ഈ കല്യാണം മുടങ്ങിപ്പോയി. അതിനുശേഷം അവർ പരസ്പര ധാരണയിലെത്തി കല്യാണം നടത്തിയിരുന്നു. അപ്പം അതുപോലെ ആയിക്കൂടെ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സാറേ, ഇങ്ങനെ എൻ്റെ മകളെ ഞാനൊരു ഉത്തരവിസ്മയയാക്കാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞത് എന്താണെന്നറിയാമോ? അതൊക്കെ മാധ്യമക്കാർ പടച്ചുണ്ടാക്കുന്നതാണ്, അന്വേഷിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യം അറിയുന്നു. അന്നേരം ഞാൻ മറുപടി ഒന്നും ഈ സാറിനോട് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കുക, ഇത്രയും നമ്മൾ ഈ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് കല്യാണം കഴിച്ച് കൊടുത്തു. 7ാം ദിവസം നമ്മളവിടെ അടുക്കള കാണൽ ചടങ്ങിന് ചെന്നത് കാരണം മാത്രം സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ ഒരു അമ്മയുടെ വേദന, അതെങ്ങനെ? നമ്മളൊരു ഈർക്കിൽക്കൊടി പോലും എടുത്ത് അടിച്ചിട്ടില്ല, അതിനുള്ള അവസരം അവർ തന്നിട്ടില്ല. അതിനെ 1 മണിക്കൂർ ആ ബെഡ്റൂമിലിട്ട് ചവിട്ടി കൂട്ടി ക്രൂരമായി മർദ്ദിച്ചിട്ട് അത് കേട്ടിട്ട് പോലും ചെല്ലാത്ത അവിടുത്തെ അമ്മയും പെങ്ങളും അവൻ്റെ ഒരു കൂട്ടുകാരൻ അതും കൂടി പറഞ്ഞു. ഈ കൂട്ടുകാരനെ വിളിച്ച് ഇവൻ്റെ ബെഡ്റൂമിൻ്റെ വക്കിൽ കിടത്തുന്നത് എന്തിനാ? അടുത്ത ബെഡ്റൂമിൽ ഇവൻ കിടത്തിയേക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് തടിക്ക് എൻ്റെ മോളുടെ ബോധം പോയപ്പോൾ അവനെയും കൂടി വിളിച്ചാണ് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും എന്ത് പറ്റിയെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു, അവൾ സ്റ്റെയർ ഓടി അങ്ങനെ വീണതാണെന്ന് പറഞ്ഞു. പക്ഷേ പോലീസുകാർക്ക് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി അതല്ല കാര്യമൊന്നും. അങ്ങനെ അവളോട് ചോദിച്ചു, എൻ്റെ മോളോട് ചോദിച്ചു, എന്താണ് സത്യം ഇതാണ്. പക്ഷെ അതിനുശേഷം അവൻ കാല് പിടിച്ച് പറഞ്ഞെന്നാ പറഞ്ഞ, ഇങ്ങനെ പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഉണ്ടാകൂലടാ, നിന്നെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടാ, നീ അതുകൊണ്ട് അങ്ങനെ പോലീസുകാരോട് പറയരുത്. എൻ്റെ മോള് 7 ദിവസം കൊണ്ട് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് അവൾ നുണ പറഞ്ഞു. നുണ പറഞ്ഞതല്ല, സത്യം ഡോക്ടറോട് പറഞ്ഞു. പക്ഷെ പറഞ്ഞ് കേസ് എടുക്കണ്ടെന്ന്. പക്ഷേ ഞങ്ങൾ ആ സംഭവം കഴിഞ്ഞ് അവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 12 മണിക്ക് ചെല്ലുമ്പോഴും എൻ്റെ മകളെ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് എത്രമാത്രം ക്രൂരമായിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അതിൻ്റെ എല്ലാ ലക്ഷണം. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫറൂഖ് താലൂക്ക് ആസ്പത്രിയിൽ കൊണ്ടേ ചെല്ലുമ്പോൾ ആ ഡോക്ടർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ മോൾ ഏത് അവസ്ഥയിലായിരുന്നെന്ന്. അല്ലാണ്ട് ഈ രാഹുലിൻ്റെ വീട്ടുകാരോ മറ്റുള്ളവർ പറഞ്ഞവരല്ല, അതിനെല്ലാ തെളിവുകളുണ്ട്. അതിൽ കൂടുതൽ തെളിവ് നമ്മൾ പറൂരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അന്ന് കാണാത്ത തെളിവ് കയ്യുമലൊക്കെ ചോര ചത്ത പാട് ഒരടിയടിച്ചുള്ളൊന്ന്. നീതി വേണ്ടേ നമ്മൾക്ക്? ഇത്ര പച്ചക്കള്ള മകനെ രക്ഷിക്കുക. മകൻ എന്ന് വെച്ചാൽ മകനേക്കാൾ ക്രൂരമാണ് ആ തള്ള. ആ തള്ളയാണ് ആ മകൻ്റെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി ഇങ്ങനെ ആക്കിയെടുത്തത്. അവർ അന്ന് ഈ സംഭവം നടക്കുന്നെന്ന് കാലത്ത് മോനെ വിളിച്ചു മുറിയിൽ കയറ്റിയിരുത്തി മണിക്കൂറുകളോളം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രാഹുലിൻ്റെ നിറം മാറിയത്. അത് കഴിഞ്ഞ് ഇവർ ഫംഗ്ഷന് പോയപ്പോൾ അവിടെ നിന്ന് അവൻ കഴിച്ചു. അത് കഴിഞ്ഞ് അവൻ ബീച്ചിൽ വിളിച്ചുകൊണ്ട് പോയവളാ. പക്ഷേ അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? മദ്യം കഴിച്ചാൽ ഇങ്ങനെ ഒരാൾ വണ്ടി ഓടിക്കോ എന്ന് വെച്ചാൽ അവനും അത്രക്കും ഒരു ശക്തിമാനാണ്. ബീച്ചിൽ ചെന്നപ്പോൾ തുടങ്ങി അമ്മ ഇങ്ങനെയല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്നും പറഞ്ഞ് തുടങ്ങി. ഇവിടെ വന്ന് ഇവൻ ഇടി തുടങ്ങി കഴിഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? അതും കൂടി പറയാം. ഇവർ പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ ഫോൺ വന്നെന്ന്. ഒരു ഫോൺ എടുക്കാനുള്ളതോ അവളുടെ മാനേജർ വിളിച്ചിട്ട് അവൻ അത് ബ്ലോക്ക് ചെയ്ത്, അവളുടെ സഹോദരങ്ങളെ ബ്ലോക്ക് ചെയ്ത്, അവളിപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിനെ മുഴുവനും ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അവൻ ആ കമത്തി കടത്തി മുതുകിനി നടുവിന് ഇടിച്ചിട്ട് ആ സമയത്ത് അവൻ അവളുടെ ഫോണിൽ നിന്ന് ഈ പയ്യനെ വിളിപ്പിക്കുകയാണ്, നീ വിളിക്കടി എന്നും പറഞ്ഞുകൊണ്ട്. ഒരവസ്ഥ ഒന്ന് നോക്കി എൻ്റെ മകളുടെ. ഇത്രയും ക്രൂരമായിട്ട് അതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. ഇപ്പം ഇനി ആ മകളെ ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചെടുക്കണം, അങ്ങനെയുള്ളൊരു ഇതിലാണ് ഈ അമ്മ എന്ന നിലയിൽ ഞാൻ നിലനിൽക്കുന്നത്. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സത്യം ജയിക്കണം. നിങ്ങൾ വന്നപ്പോ മകൾ എന്താ പറഞ്ഞത്? കുളിമുറിയിൽ വീണെന്നോ മറ്റോ ആണോ പറഞ്ഞത്? അതെ. ആദ്യം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകളെ മനസ്സിലായില്ല, ഒട്ടും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വീണ്ടും നോക്കിയാണ് എൻ്റെ മകളെ ഇറങ്ങി വരാത്തത് എന്തുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇവളിങ്ങനെ ചുമരും ചാരി നിൽക്കണുണ്ടപ്പോൾ അയ്യോ ഇതെൻ്റെ മകൾ തന്നെയല്ല. അപ്പം ചെന്നപ്പോൾ എന്താണ്, ആകെ വീർത്ത് കെട്ടിയ മുഖം, ഒരു ചത്ത ശവം. ജീവനുള്ളതല്ല, ജീവനുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. എന്നെ ഞാൻ ചോദിച്ചു, മോനെ എന്ത് പറ്റി? അമ്മ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാത്റൂമിൽ വീണ? എങ്ങനെയാണ് ബാത്റൂമിൽ വീണത്?
അപ്പോഴും ഇവള് പറയുന്നത് ബാത്റൂമിൽ വീണു. പക്ഷേ ഞാനപ്പോൾ ചിന്തിച്ചത് എത്ര ബാത്റൂമിൽ വീണാലും നമ്മൾ ഇത്രയും വീട്ടുകാർ, അവളുടെ സ്വന്തം ആങ്ങളമാരും ഇളയച്ചന്മാരും എല്ലാവരും ചെല്ലുമ്പോൾ അവൾക്ക് 26 പേരാണ് ഞങ്ങൾ ചെന്നേക്കുന്നത്, അവൾക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? പക്ഷെ അതില്ലല്ലോ, അവൾ ചത്തിരിക്കുന്നു, അവൾക്ക് സംസാരിക്കാൻ കഴിയണില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ മോളെ വിളിച്ചൊരു കസേരമിൽ ഇരുത്തിയിട്ട് ഞാൻ ഇവളുടെ മുഖം ഒന്നങ്ങോട്ട് ശരിക്കും പരിശോധിച്ചപ്പോഴാണ് വലിയ ഒരു മുഴയാണ് ഈ നെറ്റത്ത്. അപ്പോൾ ആ മുഴ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എടാ ഇത് ബാത്റൂമിൽ വീണതല്ലല്ല, ഒരു ചതഞ്ഞിരിക്കണം, എന്തോ ഒരു ഇടി കിട്ടിയതിൻ്റെയാണ് എനിക്കതിന് തോന്നി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ്, അപ്പോഴും മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ എന്താണ്, ഈ മൂക്കൂത്തിന്ന് ചോര വരണം, പിന്നെ മുഖത്തൊക്കെ നഖത്തിൻ്റെ പാട്, പിന്നെ ഈ 2 ചുണ്ടും ഇങ്ങനെ മലർന്ന് വീർത്ത് പൊട്ടിയിരിക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്തോ ഉപദ്രവിച്ചേക്കണത് തന്നെയാണ്. പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇവൻ്റെ അമ്മയാണെന്നാണ്. അവൻ്റെ അമ്മ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. പക്ഷേ രാഹുലാണെന്ന് പറഞ്ഞോടുകൂടിയില്ല, ഞാൻ തളർന്നുപോയി. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ അവിടെ പിടിച്ചിരുത്തി, അധികം മുമ്പാണ് ഞാൻ പറയാം, മോളെ പിടിച്ചിരുത്തി ചോദിച്ചിട്ട് അപ്പോഴും അവൾ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ രാഹുൽ പറഞ്ഞ് കാല് പിടിച്ച് അവളുടെ പറഞ്ഞെന്നാ പറയണത്, ഇല്ലടാ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, വീട്ടുകാർ വരുമ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെ പറ്റിപ്പോയി, നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അത്ര വിഷമമുണ്ട്, പറ്റിപ്പോയടാന്ന് അവൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞ് അവൾ അതിൽ വീണ് അവൾ ഇതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടില്ല, ഞാൻ പറഞ്ഞു എൻ്റെ മോള് പറയുന്നത് പച്ചക്കള്ളോണും അമ്മനോട്, ഇത്രയും നാൾ ഞാൻ വളർത്താമെങ്കിൽ നിന്റെ ഓരോ ചള്ളം എനിക്ക് അറിയാൻ പറ്റും, അതുകൊണ്ടിട്ട് സത്യം പറഞ്ഞോളാം. ഞാൻ ചോദിച്ചു, മോൾക്ക് ഒരു ഉത്തര വിസ്മയാകേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ മോൾക്കൊരു ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് മോൾ ആർക്ക് വേണ്ടിയാണ് ഈ ജീവിതം ഇങ്ങനെ ആക്കാൻ പോണത്, പറയും, സത്യം പറയാണ്ട് അമ്മ പോകില്ലെന്ന്. അതോടുകൂടി ഞങ്ങൾ ചെന്നവരിൽ കൂട്ടുന്ന ഒരു കരച്ചിലായി. എന്താന്ന് വെച്ചാൽ അവരവരുടെ മകളെ, ഞാൻ പ്രസവിച്ചതാണെങ്കിലും മറ്റുള്ളവരെങ്ങനെയാണ് ആ കുട്ടീനെ കണ്ടിരുന്നത് അതുപോലെ. പിന്നെ അന്നേരത്ത് ചെയ്യേണ്ടിയിരുന്നത് അവൻ്റെ അമ്മനെയൊക്കെ വെട്ടിക്കൊന്ന് അവിടെ ഇട്ടിട്ട് പോരാനായില്ല. നമ്മൾ ഓർത്തത് എന്താണെന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെ വഴി പോകണം. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങളിവിടെ നാട്ടിൽ വന്നിട്ട് എല്ലാവരും ചോദിക്കണത്, അവൻ്റെ കൈയും കാലും തല്ലിയൊടിച്ചെങ്കിൽ നിങ്ങൾക്ക് പോരായിരുന്നില്ലേ അവൻ്റെ അമ്മയുടെ എന്നാണ്. പക്ഷെ അത് ഞങ്ങൾ ചെയ്യാഞ്ഞത് തെറ്റായിപ്പോയെന്ന് ചിലപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഇങ്ങനെയുള്ളവരെ. ഇപ്പൊ രാഹുലിന്റെ അമ്മ പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല എന്നാണ്. അത് പച്ചക്കള്ളം. ആദ്യം ഇവര് പറഞ്ഞു അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് അയ്യോ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞെന്താണ്, വീണായിരിക്കും, അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് തരും, ചിലപ്പോൾ കുളിമുറിയിൽ വീണായിരിക്കും, ഇവർക്ക് എല്ലാവർക്കും ഇതറിയാം. മകള് ഈ 12-ാം തീയതിയിലെ സംഭവത്തിന് മുമ്പ് രാഹുൽ ഉപദ്രവിച്ചതായി പിന്നീട് പറഞ്ഞോ നിങ്ങളോട്, അതോ ഇതൊരൊറ്റ സംഭവമാണോ? ഇല്ല, ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഈ പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം ഈ അമ്മ മകനെ വിളിച്ച് മുറിയിൽ 1 മണിക്കൂർ ഇരുത്തി സംസാരിപ്പിച്ചതിന് ശേഷമാണോ ഇതെല്ലാം സംഭവിക്കുന്നത്? ശേഷമാണ്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്ന് വെച്ചാല് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ജീവിതം ഈ രീതിയിലാക്കിയിരിക്കുന്നത് അവന്റെ അമ്മയാണെന്ന്. ഒരു പെണ്ണിനെ കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാലില്ലേ, അവർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മകൻ അവരോടുള്ള സ്നേഹം കുറയുമല്ലോ, അതവർക്ക് സഹിക്കില്ല. ഇപ്പൊ തന്നെ മോളോട് സംസാരിക്കണത് ഇഷ്ടമല്ല, മിണ്ടണത് ഇഷ്ടമല്ല, ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കണത് ഇഷ്ടമല്ല, ഒന്നുമില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ അപ്പം പറയും നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന്. പിന്നെ അവൾ താഴ്ത്തിറങ്ങി വരാത്തതേ, അവൻ പറയും നീ അവിടെ ചെന്ന് പണിയൊന്നും എടുക്കണ്ട, അവിടെ കിടന്ന് അമ്മ എടുക്കട്ടെ, താഴ്ത്തോട്ട് പോകണ്ടെന്ന്. അവൻ താഴ്ത്തോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരടി താഴ്ത്തോട്ട് വെക്കാൻ പറ്റില്ല. അതാണ് അവന്റെ സ്വഭാവം. രാഹുലിന്റെ അമ്മ പറയുന്നത് അവരെ സഹായിക്കാനോ ഇടപഴകാനോ വരാറില്ല മകളെന്നാണ്. അത് രാഹുൽ പറഞ്ഞിട്ട് തന്നെയാണെന്നാണോ? അത് പച്ചക്കള്ളം. ഈ 7 ദിവസത്തിനുള്ളിൽ എത്ര ദിവസം അവർ ആ മകൾ വന്നിട്ടുണ്ട്? അവർക്ക് ഒരു മാസം ക്ഷമിക്കാമായിരുന്നില്ലേ? ഒരു കാല് എടുത്ത് വെക്കണ പെൺകുട്ടി അവിടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ മാത്രമാണോ ചെയ്യുന്നത്? ഒരു ഇതവർക്ക് കൊടുക്കായിരുന്നില്ലേ? ഇങ്ങനെ കുറ്റം പറയാം. അതെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ, ഞങ്ങൾ 9-ാം തീയതി 5-ാം തീയതി അവിടുത്തെ കല്യാണം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ 9-ാം തീയതി ഞങ്ങളുടെ നാട്ടിൽ ഫംഗ്ഷൻ വെക്കുമ്പോൾ ഈ അമ്മയും രാഹുലിന്റെ അമ്മയും പെങ്ങളും വന്നിട്ട് ആദ്യം എന്നോട് പറയുന്നത് എൻ്റെ മകളുടെ കുറ്റം.
പണിയെടുക്കുന്നില്ല, പെര തുടച്ചിടുന്നില്ല, അടിക്കുന്നില്ല എന്നൊക്കെ. അപ്പം ഞാൻ എന്ത് പറഞ്ഞെന്നറിയാമോ? അതെന്ന് പറഞ്ഞാൽ ഈ പഠിച്ച് നടന്നിരുന്ന കുട്ടി ജോലിക്ക് പോകും, പിന്നെ ജോലി. അപ്പം നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും മക്കൾക്ക്, സ്വന്തം അമ്മമാർക്കല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മക്കളുടെ കാര്യം നോക്കിക്കോ. അവരുടെ കാര്യമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഡ്രസ്സാണെങ്കിലും അത് കഴുകി കൊടുക്കും. അവർക്ക് എന്ത് സഹായവും നമ്മൾ ഞാൻ രണ്ട് കാര്യങ്ങളോട് വേഗം ചോദിച്ചോട്ടെ. എനിക്കറിയാം അമ്മയ്ക്ക് ഇപ്പോൾ മൊഴി കൊടുക്കാനായിട്ട് പോകേണ്ടി വരുമെന്ന്. രണ്ട് കാര്യങ്ങളോട് ഞാൻ വേഗം ചോദിച്ചോട്ടെ. ഒന്ന്, ഈ രാഹുൽ കോട്ടയത്ത് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തു എന്ന കാര്യമൊന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു എന്നാണോ? അറിയില്ല. ഞങ്ങൾക്ക് ഒട്ടും പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്ത് രജിസ്റ്റർ ഇത് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് ഇവർ ഡവറി ചോദിച്ചത് കൊണ്ടാണ് അത് ഒഴിഞ്ഞു പോയത്. ഇവനോട് ഞാൻ ഈ കല്യാണം ഉറപ്പിക്കണേക്ക് മുമ്പ് കുറെ സംസാരിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, നീ ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണല്ലോ, അതൊക്കെ വിട്ടോ. അപ്പൊ പറഞ്ഞു അതെല്ലാം സോൾവ് ആയമ്മേ. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ കുഴൽക്കിണറിലോട്ട് നീ തള്ളിയിടരുത്. അപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നോ അമ്മയ്ക്ക് രാഹുലിനെ പറ്റി? നമ്മളാരും രാഹുലിനെ പറ്റി അപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു? കേട്ടില്ല. അപ്പം സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നീട് എനിക്ക് ഇവൻ മോളിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസം നിന്നെങ്കിൽ ഇവൻ മുകളിൽ നിന്ന് ഇറങ്ങി വരില്ല. അപ്പോഴും വീട്ടിൽ വെച്ചാണെങ്കിലും എൻ്റെ മകളെ വിളിച്ചാലേ എനിക്ക് എടുക്കാൻ പറ്റില്ല. ആരെങ്കിലും ഇവിടെ കാണാൻ വരുമ്പോൾ എനിക്ക് മകളെ ഫോൺ ചെയ്ത് വിളിക്കേണ്ടി വരും. ചിലപ്പോൾ ഫോൺ എടുക്കുകയില്ല. അപ്പോഴും ഫോൺ ഇവൻ്റെ കസ്റ്റഡിയിൽ. പിന്നെയെന്ന് വെച്ചാൽ 10-ാം തീയതി 9-ാം തീയതി കല്യാണം കഴിഞ്ഞ് 10-ാം തീയതി രാത്രി ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു 10:30 മണിക്ക് പോകുമ്പോഴേ ഇവളുടെ ബാഗും ഇവളുടെ സാധനങ്ങൾ വെക്കണതൊക്കെ കൊണ്ടു. പക്ഷേ ഫോൺ ഇവൻ്റെ കയ്യിൽ. അപ്പം എനിക്കൊരു സംശയം തോന്നി, ഇവൻ എന്തിനാ അവളുടെ ഫോൺ മേടിച്ച് അവൻ്റെ കസ്റ്റഡിയിൽ വെച്ചേക്കുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ, അവൾക്ക് ബാഗുണ്ട്. പക്ഷെ അപ്പം തന്നെ എൻ്റെ മനസ്സിലൊരു എന്തോ ഒരു ഇതെന്താണ് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു. കോഴിക്കോട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കോഴിക്കോട് ഡോക്ടറുടെ വാക്ക് അവഗണിച്ച് പോയത് എൻ്റെ മനസ്സിലിരുന്ന് എന്തോ പറഞ്ഞു, എനിക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന്. പക്ഷേ ഞാൻ അന്ന് ചെന്നില്ലെന്നെങ്കിൽ ഇന്ന് എൻ്റെ ഒരു വലിയൊരു വാർത്ത വന്നേന്, എൻ്റെ മകള് കൊന്നെന്നോ മരിച്ചെന്നോ. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിലും അവർക്ക് ചിലപ്പോൾ ഇതുപോലെ പ്രതികരിക്കാൻ കഴിയില്ല. ഞാൻ എന്ന് വെച്ചാൽ അമ്മയാണ്, എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയും. അവർക്ക് പറഞ്ഞില്ലെങ്കിൽ എന്താവും. ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കുന്നതിൽ ഞാൻ അറിഞ്ഞ കാര്യത്തിൽ പിശകാണെങ്കിൽ അമ്മയ്ക്ക് എന്നെ തിരുത്താം. നിങ്ങൾ ഈ രാഹുലുമായി ബന്ധപ്പെട്ട കല്യാണാലോചനകളൊക്കെ നടക്കുമ്പോൾ അച്ഛൻ മാത്രമാണോ, കുട്ടിയുടെ അച്ഛൻ മാത്രമാണോ, മകളുടെ അച്ഛൻ മാത്രമാണോ രാഹുലിന്റെ വീട്ടിൽ പോവുകയും അവരെ കാണുകയും ഒക്കെ ചെയ്തത്? നിങ്ങളാരും പോയിട്ടുണ്ടായിരുന്നില്ലേ? അതുകൊണ്ടാണോ പിന്നീട് ഈ വീട് കാണൽ ചടങ്ങിൽ 26ഓളം പേരൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്? അത് അന്ന് പോയതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ്, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകൻ, പിന്നെ എൻ്റെ ആങ്ങളുടെ മകൻ, അങ്ങനെ പിന്നെ ഒരു വെല്ലിച്ചൻ എന്ന് വെച്ചാൽ അവളുടെ വെല്ലിച്ചൻ, അങ്ങനെ ഒരു 8 പേരോ 7 പേരാ പോയത്. എന്ന് വെച്ചാൽ കോഴിക്കോട് വരെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് ഞാൻ എന്ന് വെച്ചാൽ ശരിക്കും കിടപ്പിലാണ്. ആ സമയത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് പെണ്ണുങ്ങളെയും കൂടി കൊണ്ടുപോയി. അത് സാധിച്ചില്ല. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ആർക്കും പിന്നെ കോഴിക്കോട് പോകാനുള്ള സമയം കിട്ടിയില്ലല്ലോ. എന്ന് വെച്ചാൽ 5-ാം തീയതി വിവാഹം, 20 ദിവസമാണ് ഞങ്ങൾക്ക് കിട്ടിയതാകാൻ. അപ്പം അതുകൊണ്ടാണ്, വീട് ആരും കാണാത്തത് കൊണ്ടാണ് അന്ന് ഞങ്ങളുടെ അവർക്ക് കാണണ്ടേ അവർ വീട്, അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അങ്ങനെ തെരഞ്ഞെടുത്തത്. 26 പേര്. ശരി, ഈ രാഹുലിനെ പറ്റി മതിയായ ഒരു അന്വേഷണം നടത്തിയില്ല, അങ്ങനെ ഒരു വീഴ്ച നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഒരു തോന്നൽ ഇപ്പോഴുണ്ടോ? അത് ശരിക്കും എനിക്ക് തോന്നുന്നു. കാര്യമെന്ന് വെച്ചാൽ ആ തൊട്ട് അയൽവാസികളോട് ചോദിക്കണമായിരുന്നു. എന്ന് വെച്ചാൽ അവരെ അന്ന് ആ പ്രശ്നം. അവിടെ ഞാൻ ഒരു സംശയം കൂടെ അമ്മയോട് ചോദിച്ചോട്ടെ. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി, ജോലിയുള്ള കുട്ടി, ഇനിയും കൂടുതൽ ജോലി കിട്ടാൻ അർഹതയുള്ള കുട്ടി, അങ്ങനെ വരുമ്പോൾ ഈ തിരക്കിട്ട് കല്യാണം എന്തിന്? ഈ അയൽവക്കത്ത് അന്വേഷിക്കുക ഒന്നും ചെയ്യാതെ മാട്രിമോണിയലിലുള്ളൊരു പരിചയം, അതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ കല്യാണം, അങ്ങനെ എന്തുകൊണ്ടാണ് തീരുമാനം? 1 വർഷം മുമ്പ് ഇത് വന്ന് കണ്ടുപോയ കാര്യമോ? 1 വർഷം മുമ്പ് മാട്രിമോണി വഴി വന്ന് ഇവൻ്റെ അമ്മ, ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കണ്ടുപോയി. പക്ഷെ നമ്മൾ ഈ കണ്ടു വരുമ്പോഴില്ലേ, നമ്മളാരും ഇഷ്ടപ്പെടുന്ന ഒരു പെരുമാറ്റമാണ് എന്ത് ഇവനിൽ നിന്നുണ്ടായത്. പക്ഷെ അമ്മ അല്ല, ഈ കോട്ടയം സംഭവം രാഹുൽ പറയുന്നുണ്ടല്ലോ, അത് രാഹുൽ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചത് എന്തിനായിരുന്നു? അവൻ എന്തോ ഈ കോട്ടയത്തൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന കാര്യം രാഹുൽ തന്നെ പറയുകയുണ്ടായല്ലോ. അതേപ്പറ്റി
ഈ പറയുന്ന അച്ഛൻ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ ഈ കുട്ടിയുടെ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട് പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് പോകാഞ്ഞത് എന്തുകൊണ്ടാണ്? അത് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മോനെ. എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, അന്വേഷണത്തിലില്ല. ഞങ്ങൾ അടുത്ത് തന്നെ അവിടെ പന്തീരാങ്കാവിൽ ഒരു 6 വർഷം ജോലി ചെയ്ത ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാരനുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, ഇത് കാര്യം പറഞ്ഞു ഞാൻ എല്ലാവരോടും അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വകുപ്പിലെല്ലാം അന്വേഷിച്ചിട്ട് ഇവനെ പറ്റി വേറൊരു അഭിപ്രായം ഒന്നും കിട്ടിയില്ലെന്നാ പറഞ്ഞത്. ശരി ശരി, പക്ഷെ ഇതൊന്നും രാഹുലിന്റെ മർദ്ദനോ രാഹുൽ ഇങ്ങനെ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നതിനൊരു ന്യായീകരണമേ അല്ല ഇതൊന്നും. ഒരു ചോദ്യം കൂടി, അതിനുശേഷം അമ്മയ്ക്ക് ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങാം. ഒറ്റ ചോദ്യം കൂടി, ഈ രാഹുലിലേക്ക് മാത്രമായി അന്വേഷണം പോകണം, രാഹുൽ മാത്രമാണ് ഇതിൽ തെറ്റുകാരൻ എന്നാണോ നിലപാട്? അതോ രാഹുലിന്റെ അമ്മ, ആ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുണ്ടോ? ഇനിയിപ്പോൾ മൊഴി കൊടുക്കാൻ പോവുകയാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥരോട്, അവരോടടക്കം അങ്ങനെ ഒരു ആവശ്യം പറയുമോ? അതെന്ന് പറഞ്ഞാൽ രാഹുലിന്റെ അമ്മ രാഹുലിനെ പോലെ തന്നെ പ്രതിയാണ്. പിന്നെ രാഹുലിന്റെ പെങ്ങളെന്ന് പറയുന്നത് അമ്മ എന്ത് പറയുന്നുവോ അതിന് സപ്പോർട്ട് നിൽക്കും. പിന്നെ ഇവിടെ ഒരു രാജേഷ് പറഞ്ഞിട്ടുണ്ട്, അവനാണ് ഏറ്റവും വലിയ വില്ലൻ. അവൻ എന്തിലും, അവൻ ആരുമല്ല, രാഹുലിന്റെ തിന്ന് കുടിച്ചവൻ കിടക്കുകയാണ്. പക്ഷെ അവനാണ് എല്ലാം. അവൻ ഞങ്ങളോട് സ്റ്റേഷനിൽ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ മോൾക്കെതിരെ അവിഹിത ബന്ധത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കൊണ്ട് കൊടുക്കടാ, 7 ദിവസം കൊണ്ട് നീ തെളിയിക്കാൻ പറഞ്ഞു. ഞാൻ രാജേഷ്. ഇവരെല്ലാവരും ഇതിൽ പങ്കാളികളാണെന്നാണ് അമ്മയുടെ ബോധ്യം. ആണ് എന്ന് വെച്ചാല് മോളെ അടിച്ചിട്ടപ്പോ തന്നെയില്ലേ, ഇവൻ അടുത്ത മുറി കിടപ്പുണ്ടല്ലോ, ഇവരുടെ ബെഡ്റൂമിന്റെ അടുത്ത മുറിയിൽ ഈ രാജേഷ് കിടക്കുന്നുണ്ട്. അതെന്തിനാ അവൻ അവിടെ വിളിച്ച് കിടത്തിയേക്കുന്നത്? അത്രയും ദിവസം കിടത്തിക്കോ. ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയായിട്ട് വന്നേക്കാണ്. അതിന്റെ അപ്പുറത്തെ മുറിയിൽ തന്നെ ഈ രാജേഷ് എന്ന് പറഞ്ഞവൻ കിടക്കുകയാണ്. ഈ അടിച്ച് എൻ്റെ മോളുടെ ബോധം പോയപ്പോൾ വേഗം എടാ രാജേഷ് എന്ന് വിളിച്ചു. അത് ബോധം പോയി കിടക്കണേണെങ്കിലും അവൾക്ക് ആ സ്വരം വ്യക്തമായി കേൾക്കായിരുന്നു. വിളിച്ച് ഇവർ രണ്ടുപേരും കൂടി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്തായാലും ഇവരെ പറ്റിയൊക്കെ പോലീസിന് മൊഴി കൊടുക്കുമല്ലോ അല്ലേ? കൊടുക്കും. ശരി, അപ്പോൾ പുതിയ അന്വേഷണം നിങ്ങൾക്ക് നീതി നൽകുന്ന രൂപത്തിലാകട്ടെ. ഒരു കാര്യം അങ്ങയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്, ഈ മകളുടെ ശക്തി എന്ന് പറയുന്നത് താങ്കളാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ പോരാട്ടം തുടരട്ടെ. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. പ്രൊഫസർ എം എൻ കാരശ്ശേരി, 2 അമ്മമാർ പറയുന്നത് അങ്ങ് കേട്ടല്ലോ, അങ്ങേക്ക് എന്താണ് തോന്നിയത്? വേണു, ഞാൻ ധരിച്ചിരുന്നത് ഇതൊരു ഡൗറിയുടെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നമാണെന്നാണ്. അപ്പോൾ ഈ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ഒരു ഭാഗികമായ തരത്തിലെങ്കിലും ഒരു മനോരോഗി ആയിരിക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ആനന്ദം കിട്ടുന്നൊരു മനോരോഗം ഉണ്ടല്ലോ, അതിനിപ്പോൾ നമ്മൾ പരപീഡാരതി എന്ന് പറയും, സാഡിസം എന്നാണ് സൈക്കോളജി അതിന് പറയാം. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ അനവധി ആളുകൾ അത് കാണുന്നുണ്ട്. ഇപ്പം ഭാര്യമാരെ ഉപദ്രവിക്കുക എന്നുള്ളത് വാർത്ത വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ അതൊരു സാധാരണ കാര്യമാണ്. അതിനിപ്പോൾ പ്രദേശഭേദമോ ജാതിഭേദമോ മതഭേദമോ ഒന്നുമില്ല. കാരണം അത് പുറത്ത് പറയുന്നത് ഒരു മാനക്കേടാണ്. ഇപ്പോൾ വിസ്മയ കേസിൽ നമ്മളത് കണ്ടതാണ്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായത് അത് സാരമില്ല എന്നുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ടാണ്, സ്വന്തം വീട്ടുകാർ. ഇപ്പോൾ ഈ പന്തീരാങ്കാവിലെ പെൺകുട്ടിയുടെ അമ്മ, എനിക്ക് അവരെപ്പറ്റി വളരെ അനുമോദനം തോന്നുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ 1 ഇഞ്ച് വിടാതെ നീതിക്ക് വേണ്ടി പൊരുതുന്ന മാതൃകാപരമായ ഒരു ശബ്ദമായിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ കളവ് പറയുന്നുണ്ടെന്ന് വിചാരിക്കാൻ ഒരു ന്യായമില്ല. അവർക്ക് കളവ് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവർ വേറെ ഒരു കാര്യം പറയല്ല, അവർ കണ്ട അനുഭവിച്ച അറിഞ്ഞ അവരുടെ വേദന അവർ പറയുന്നത്. പിന്നെ ഇപ്പോൾ അത് ആരുടെ പ്രേരണ കൊണ്ടാണ് തുടങ്ങിയുള്ളതിലൊക്കെ ഒരു സംശയം വരാനുള്ളൂ. കാരണം ഇപ്പോൾ ഒരാൾ പ്രേരിപ്പിച്ചാൽ തന്നെ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുമോ, അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ഭർത്താവിൻ്റെ ഒരു സ്വത്താണ് ഭാര്യ എന്നുള്ളൊരു അടിസ്ഥാന സങ്കല്പം
പൊതുവെ ഇന്ത്യയിലുണ്ട്. അതിപ്പോൾ ഒരു 80 കൊല്ലം മുമ്പാണ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്നുള്ള നോവൽ വരുന്നത്. അതിൽ നായിക സുഹറയെ കാമുകനല്ല കല്യാണം കഴിക്കുന്നത്. അവർക്ക് സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഒരു അറബുകാരൻ 2ാം ഭാര്യയായിട്ട് എടുക്കുകയാണ് സുഹറയെ. അപ്പോൾ അയാൾ ഉപദ്രവിക്കുന്നു. അയാൾ ഒരിക്കൽ തൊഴിച്ചപ്പോൾ അവളുടെ പല്ല് പോയി. അപ്പോൾ അവളുടെ കുടുംബക്കാരും നാട്ടുകാരും അയൽക്കാരൊക്കെ എന്താ പറയുന്നത്, അതിപ്പോൾ അവളുടെ കെട്ടിയവനല്ലേ, അയാളിപ്പോൾ ഒന്ന് തൊഴിച്ചപ്പോൾ 2 പല്ല് പോയാൽ എന്താ എന്ന്. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഒരു സ്വത്താണ്, ഒരു സ്വകാര്യ സ്വത്താണ്. ഈ ഭർത്താവിൻ്റെ നേരെ പറഞ്ഞാൽ നമ്മൾ പഴയൊരു വാക്ക് ഉപയോഗിച്ചാൽ അടിമയാണ് എന്നുള്ള. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. അതായത് അവർക്ക് അഭിപ്രായമുണ്ട് എന്നോ അവർക്ക് ശാരീരികവും മാനസികമായ വേദന ഉണ്ടെന്നോ ഒന്നും ഒരു കണക്കാക്കിയിട്ടില്ല. ആലോചിച്ച് നോക്കൂ, ഇന്ത്യ രാജ്യത്തല്ലേ ഭർത്താവ് മരിച്ച ചെതയിൽ ഭാര്യ ചാടി മരിക്കണം എന്നുള്ള ഒരു ചിട്ട, സതി, ഉടന്തടിച്ചാട്ടം എന്ന് പറയുന്നത്. അതെന്തായാലും അർത്ഥം ഭാര്യയ്ക്ക് സ്വന്തമായി ശരീരം പോലും ആവശ്യമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ പല നാടുകളിലും ഇങ്ങനെ, അതായത് വൈഫ് ബീറ്റിംഗ് എന്നുള്ളൊരു പ്രയോഗം തന്നെയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പോലീസിൻ്റെ നിലപാട് ഇതിനാ പറയുന്നത്. ഇതിലിപ്പോൾ രാഷ്ട്രീയം വരികയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ വലിയ വാർത്തകളുടെ ഇടയിലാണ് നമ്മളിത് കേൾക്കുന്നത്. അപ്പോൾ വീടിനകത്ത് ഭർത്താവ് തന്നെ ഗുണ്ടയായിട്ട് മാറുക, ആ മനുഷ്യന് പോലീസിൻ്റെ സൗഹാർദ്ദവും സംരക്ഷണവും കിട്ടുക എന്നൊക്കെ പറയുന്നത് എത്ര സ്ത്രീവിരുദ്ധമാണ് നമ്മുടെ സമൂഹം എന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇന്ത്യയിൽ ഞാനൊരു കണക്ക് വായിച്ചത് 1 മണിക്കൂറിൽ ഒരു സ്ത്രീ ആ വകയിൽ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ്. ഇന്ത്യയിൽ 1 മണിക്കൂറിൽ ഒരു സ്ത്രീ. അപ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 20 സ്ത്രീകൾ അങ്ങനെ കൊല്ലപ്പെടുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ 7000 സ്ത്രീകൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു കണക്ക്, ഭാഗ്യവശാൽ കേരളം അതിൽ വളരെ പിറകിലാണ് കേട്ടോ. ഒരു കണക്ക് ഞാൻ വായിച്ചത്, ഉത്തർപ്രദേശിൽ 2022 എന്നുള്ള ഒറ്റ കൊല്ലത്തിൽ മാത്രം 2228 സ്ത്രീകൾ കൊല്ലപ്പെട്ടു. സ്ത്രീധന വധാണ് എൻ്റെ കണക്ക്. ഒന്നുകിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അടിച്ചു കൊന്നു, അല്ലെങ്കിൽ തീയിട്ടു, അങ്ങനെ. അതിപ്പോൾ അതിൻ്റെ 2ാം സ്ഥാനത്ത് ബീഹാറാണ്. കേരളത്തിൽ ഒരു കൊല്ലത്തിൽ ആ വകയിൽ മരിക്കുന്നത് 52 പേരാണ്. 5 കൊല്ലം കൊണ്ട് 260 പേര് കേരളത്തിൽ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സിക്കിമിലോ മിസോറാമിലോ നാഗാലാൻഡിലോ ഒന്നും ഇങ്ങനെ സംഗതി തന്നെ ഇല്ല. ആലോചിച്ച് നോക്കൂ, അവരൊക്കെ നമ്മൾ വളരെ മുന്നിലുള്ള ആളുകളാണ്. ഞാൻ ഒരിക്കലോട് പറയുകയാണ്, കേരളം 52 പേര് കൊല്ലപ്പെടുന്നുള്ളതിൻ്റെ ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതിലിപ്പോൾ സ്ത്രീധനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ ഇല്ലേ എന്ന് ഇവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, വാർത്ത വായിച്ചിട്ട് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഭർത്താവ് ഈ അളവിൽ ഒരു പ്രകോപനവും ഇല്ലാത്ത, കാരണം അവർ പിണങ്ങാനും കൂടി നേരം ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾ അതിനെതിരായിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ കാര്യം. തീർച്ചയായിട്ടും പോലീസിന് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രീയക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ സാക്ഷരതയും സമ്പന്നതയും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ട്, രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടായിട്ട്, നമുക്ക് സ്ത്രീധനത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെങ്കിലും പേരിലോ ഭാര്യമാർ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ ആ ഉത്തര വധക്കേസൊക്കെ എന്ത് വിചിത്രം എന്ന് ആലോചിച്ച് നോക്കൂ. പഠിച്ച ഒരു കുട്ടിയല്ലേ ഷഹാന കഴിഞ്ഞ ഡിസംബർ ആദ്യ വാരത്തിൽ ആത്മഹത്യ ചെയ്തത്. അതായത് അവളുടെ കാമുകൻ, അയാൾ ഡോക്ടറാണ്, ഈ പെൺകുട്ടിയും ഡോക്ടറാണ്. അയാൾ കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ തുക, വലിയ കാറ് സ്ത്രീധനം കിട്ടണം. അത് നടക്കില്ല എന്നായപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. ഡോക്ടറാണ്. അപ്പോൾ ഇങ്ങനെയല്ല ഇതിനോട് പ്രതികരിക്കേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ ഈ പന്തീരങ്കാവ് കേസിലെ പെൺകുട്ടി തന്നെ അവൾ ആദ്യം ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചു ഭർത്താവിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു കേസ് വായിച്ചിട്ടുണ്ട്, തീ വെച്ച് കൊല്ലുകയാണ് ഭർത്താവ് ഭാര്യയെ. അപ്പോൾ മരണമൊഴി എടുക്കുന്ന മജിസ്ട്രേറ്റോട് അവൾ പറഞ്ഞത് ഭർത്താവ് ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ്. അവൾ മരിച്ചുപോയി ഭർത്താവിനെ രക്ഷിച്ചുകൊണ്ട്. പക്ഷേ അവരുടെ മക്കളത് കണ്ടിരുന്നു, അയൽക്കാർക്ക് അത് അറിയാമായിരുന്നു. അങ്ങനെയാണ് ആ ഭർത്താവിനെ ശിക്ഷിക്കാൻ പറ്റിയത്. ആലോചിക്കുക എത്രമാത്രം പുരുഷാധിപത്യത്തിന് വിധേയരാണ് നമ്മുടെ സ്ത്രീകൾ. ഇപ്പോൾ ഈ അടി കിട്ടിയെങ്കിൽ അടി കിട്ടിയെന്ന് പറഞ്ഞൂടെ? ശരി, ശ്രീ സുഭാഷ് ബാബു, ഇവിടെ കാരശ്ശേരി മാഷ് ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ പന്തീരങ്കാവ് സംഭവം.
ഇതിനകത്ത് ശക്തമായ അമ്മ എടുത്തൊരു നിലപാടുണ്ട്. പിന്നീട് മകളും അതേ ശക്തിയോടെ തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാനും കഴിയുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ താലി ഊരി വെച്ചിട്ട് ഞാൻ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അമ്മ തന്നെ പിന്നീട് കുറച്ചു മുമ്പ് പറയുകയുണ്ടായി 24 അടക്കം. മകൾ പറഞ്ഞു അത്രേ, അയാളെ പോലീസ് സഹായിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അയാളെ വകവരുത്തുമെന്ന്. അപ്പോൾ അത്രയും ശക്തമായ നിലപാട് ആ പെൺകുട്ടിക്കുമുണ്ട്. കൂടാതെ മാധ്യമങ്ങൾ ഈ കാര്യത്തിലെടുത്ത നിലപാടുണ്ട്. നോക്കൂ, ഈ പറയുന്ന പെൺകുട്ടി ആദ്യമായി എന്തൊക്കെയാണോ അവരനുഭവിച്ചത് അതെല്ലാം 24 പറയുന്നത്. അമ്മയും അച്ഛനും എല്ലാം പിന്നീട് 24 ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇന്ന് രാവിലെ ഈ പറയുന്ന പോലീസിൻ്റെ അനാസ്ഥ ഓരോന്നായി ഈ മാധ്യമം പുറത്തു കൊണ്ടുവരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യാണ് ശ്രീ സുഭാഷ് ബാബു, ഈ രാഹുൽ രക്ഷപ്പെട്ടിരിക്കുന്നു ബാംഗ്ലൂർ വഴി സിംഗപ്പൂരേക്ക് എന്ന്. അപ്പോൾ ഈ കുടുംബം എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യുന്നു. മാധ്യമങ്ങൾ അവരുടെ ധർമ്മം നിർവഹിക്കുന്നു. ഈ കാര്യത്തിൽ ധർമ്മം നിർവഹിക്കാതിരുന്ന സംവിധാനം ഏതാണ്? അതൊരു സരിൻ മാത്രമാണോ? അല്ല, അതിൽ തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങൾ 100% അവരുടെ പ്രവൃത്തി ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് അവരെടുത്ത്. വളരെ ശക്തമായ ഒരു സമീപനമാണ് ഈ സംഭവത്തോട് എടുത്തിരിക്കുന്നത്. പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ചും അത് വളരെ ബോൾഡായിട്ടുള്ള, വളരെ ശക്തമായി പ്രതികരിക്കുന്ന, ആദ്യം ആ കുട്ടി മറ്റാരും സഹായിക്കില്ല, വീട്ടുകാർ തന്നോടൊപ്പമാണെന്ന് വന്നതോടുകൂടി ആ കുട്ടിക്ക് വളരെ ശക്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി എത്തി. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയുടെ ബന്ധുക്കൾ അവിടെ എത്തി. അതിന് ശേഷം ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുകയും അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന അവസരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ അത് ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ആക്കാൻ, അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രൂരമായ ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെ ആ കുട്ടി അവിടെ ചെന്നതിന് ശേഷം ആ കുട്ടിയെ പീഡിപ്പിച്ച വിവരങ്ങൾ പറയുകയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ കഴുത്തിൽ ഈ ഫോൺ ചാർജറിൻ്റെ വയറിട്ട് വലിച്ചു മുറുക്കി ശ്വാസം മുട്ടിച്ചു എന്ന് പറയുകയും അത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് തോന്നുന്നു എന്ന് ആ കുട്ടി പറയുകയും ചെയ്ത അവസരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവിടെ അവർക്ക് യാതൊരു വിധമായ ഡിസ്ക്രിപ്ഷനും ഇല്ല. അവരെ സംബന്ധിച്ച് അവർ പറയുന്നതിനകത്ത് അനാവശ്യമായിട്ട് കാര്യങ്ങൾ അത് എക്സാജറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പറയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് മാത്രം അവരെ വേണ്ട ഡയറക്ഷൻ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ശരിയായ രീതിയിലൊരു മൊഴി കൊടുപ്പിക്കാനുള്ള സാഹചര്യം മാത്രമേ എടുക്കാവുള്ളൂ. അവർ തിരുത്തൽ പാടില്ല. അതുപോലെ അവർ പറയുന്ന ഏതെങ്കിലും അതിൽ പിന്നെ ഒഴിവാക്കാൻ പാടില്ല, കൂടുതൽ പോലീസിൻ്റെ ഉൾപ്പെടുത്താൻ പാടില്ല. അവർ അത് സത്യസന്ധമായിട്ട് എഴുതിയെടുക്കുകയും അതിനകത്ത് ഏതൊക്കെ വകുപ്പുകളാണ് കൃത്യമായിട്ട് വേണ്ടത് എന്നുള്ളത് അവർ ബോധ്യപ്പെട്ട്, അവർക്കറിയില്ലെങ്കിൽ പുസ്തകം നോക്കി അത് ബോധ്യപ്പെട്ട് ആ വകുപ്പുകൾ അതിനകത്ത് കൃത്യമായിട്ട് ഇടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എടുക്കപ്പെടേണ്ട വകുപ്പുകൾ 498 എന്ന് പറയുന്ന വേറെ ഡൗറി ഹരാസ്മെൻറ്റ് സംബന്ധിച്ചു. അതിനോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഇതേമാതിരി ഉപദ്രവിച്ചു എന്ന് പറയാൻ 323, 324 എന്താണ് ബെൽറ്റ് കൊണ്ട് അടിച്ചു എന്ന് പറയാൻ 324 അവരിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടത് 307, അതായത് കൊലപാതക ശ്രമം എന്ന് പറയുന്ന 307 എന്ന് പറയുന്നത് കൂടി ഇടേണ്ടതായിരുന്നു. ആ 307 ഇടാതിരുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയിക്കാം സ്വാഭാവികമായിട്ട്. കാരണം ഈ 498 എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആകസ്മികമായിട്ട് അറസ്റ്റ് വേണ്ട എന്ന് സുപ്രീം കോടതി പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ തിക്തഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അന്ന് അത് ദുരുപയോഗം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി അത് പറയേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ അറസ്റ്റ് പെട്ടെന്നുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് പോലീസ് അതൊരു സഹായകരമായ സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് സൃഷ്ടിച്ചു കൊടുത്തു എന്ന് നമ്മൾ സംശയിക്കുന്നത് തെറ്റൊന്നുമില്ല. കാരണം 498 എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ തെളിവ് ശേഖരത്തിന് ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെയും കൂടെ അറിവോടുകൂടി അതിലൊരു പ്രശ്നം ഈ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ പെരുപ്പിച്ച് പറയുന്നതാണോ, അതല്ല ഇപ്പോൾ തന്നെ വധശ്രമത്തിന് കേസെടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ വിവേകപൂർവ്വം പോലീസ് ഉദ്യോഗസ്ഥൻ ആലോചിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അയാളുടെ ഭാഷ, അയാൾ ഈ വിഷയത്തിലെടുത്ത സമീപനം, അയാൾക്ക് ഒരു ഭാഗത്തോട് കാട്ടിയ പ്രത്യേക താല്പര്യം, മറ്റൊരു കൂട്ടരോട് കാണിച്ച തീർത്തും ഉള്ള അവഗണന, അത് ശരിയല്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മാത്രമല്ല സുഭാഷ് ബാബു സാറേ, ഒരു കാര്യം കൂടെ പറയൂ. അങ്ങ് ഈ സർവീസിൽ ഇരുന്നൊരു വ്യക്തി കൂടിയാണല്ലോ. ഈ പറയുന്ന രാഹുൽ ഇപ്പോൾ എവിടെ എന്ന കാര്യം ഇപ്പോഴും പോലീസ് മറച്ചു വെക്കുകയാണ്. അതെന്തുകൊണ്ട്? അതിപ്പോൾ ഒരു സരിൻ്റെ മാത്രം വിക്രിയല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ വീഴ്ചയുണ്ട്. കാരണം അദ്ദേഹം രക്ഷപ്പെടാൻ ഈ 307 എന്ന് പറയുന്ന വകുപ്പ് ശ്രീ വേണു പറഞ്ഞതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. കാരണം ഒരു FIR എടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ 154 എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ CRPC വകുപ്പ്. അതുപോലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് നമ്മുടെ പോലീസ് മാനുവലിൽ 304 എന്ന് പറയുന്ന വകുപ്പിലാണ്.
അതിനകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് 307 വേണോ വേണ്ടോ ഒന്നും തീരുമാനിക്കാൻ ഉള്ള അധികാരമില്ല. അങ്ങനെ തെറ്റിദ്ധാരണയോട് കൂടിയിട്ട് ആരും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ആ പറയുന്ന വകുപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇട്ടതിന് ശേഷം തെളിവ് ശേഖരണത്തിൽ കൂടെ അതില്ല എന്ന് കണ്ടാൽ പോലീസിന് ഒഴിവാക്കാം, കൂടുതൽ ഏതെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം. ആദ്യമേ തന്നെ ഇത് ലഘൂകരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് അപകടകരമായ കേസിനെ സംബന്ധിച്ച് അപകടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. എന്തായാലും ശരി, ആ ഉദ്യോഗസ്ഥൻ ചെയ്തത് എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റാണ്. പിന്നെ ഒരു മഹാശിക്ഷയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ സരിന് കിട്ടിയ സസ്പെൻഷൻ? ഇപ്പോ ഈ മോഫിയ പർവീൺ സംഭവം അങ്ങേക്ക് അറിയുന്നതാണല്ലോ. അതിൽ ആ അച്ഛൻ ദിൽഷാദ് ഇന്നലെ ഇതേപോലെ 8 മണി ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, ഇയാൾക്ക് അന്നത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇതുപോലെ 6 മാസത്തെ സസ്പെൻഷൻ, 6 മാസം കഴിഞ്ഞ് എവിടെയാണോ SHO ആയി പ്രവർത്തിച്ചത് അവിടെ തന്നെ തിരികെ വരുന്നു. ആ അച്ഛന് മകൾ പോയി. അപ്പൊ ശിക്ഷയെന്ന് പുറമേ തോന്നുകയും വേഷം മാറി വരുന്ന ഒരു പരിരക്ഷയായി അത് മാറുകയും ചെയ്യുകയല്ലേ സാർ? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മളിപ്പം പോലീസിനെ സംബന്ധിച്ചുള്ള ഈ ഒരു വീഴ്ച എന്ന് പറഞ്ഞത് അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. നേരെ മറിച്ച് ഞങ്ങളൊക്കെ സർവീസ് തുടങ്ങിയ കാലത്ത് എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പർ സെക്ഷൻ അതിനകത്ത് ഇട്ടില്ലെങ്കിൽ അതിന് മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിന്ന് ചാർജ് ഷീറ്റ് കിട്ടുമായിരുന്നു. അതായത് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി അഭിമുഖീകരിക്കുകയും ഇൻക്രിമെൻറ്റ് പോവുകയും മറ്റു രീതിയിലുള്ള ശിക്ഷകളൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ കുറച്ച് ഭയമുണ്ട്. ഇപ്പം ആരെന്ത് വീഴ്ച വരുത്തിയാലും എല്ലാം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞ മാതിരി അത് സാരമില്ല എന്നുള്ള രീതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സമീപനമുണ്ട്. അതാണ് നേരിട്ടുള്ള 2 ചോദ്യം. ഒന്ന്, ഈ പറയുന്ന ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടിറക്കിയിരിക്കുന്ന ഈ കടലാസിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചു എന്നാണ്, അലക്ഷ്യമായി കാര്യങ്ങൾ ചെയ്തു എന്നാണ്. അങ്ങനെയാണോ ഈ തീരുമാനമെടുക്കേണ്ടത്? അപ്പോൾ തന്നെ എന്തൊക്കെയാണോ അങ്ങ് പറഞ്ഞത് അതൊക്കെ ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണിത്. അലക്ഷ്യമായി കൈകാര്യം ചെയ്തു, അതുമാത്രമാണോ സരിന്റെ പിഴവ്? 2, സരിനെ അവിടെ മാറ്റി നിർത്താം. രാഹുൽ എവിടെയെന്ന ചോദ്യത്തിൽ ഇപ്പോഴും ഒളിച്ചു കളിക്കുന്നത് എന്തിന് പോലീസ്? രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ നിരീക്ഷണത്തിൽ വെക്കേണ്ടതായിരുന്നു. കാരണം ആ കേസിൻ്റെ ഗൗരവം അന്ന് തന്നെ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ബോധ്യപ്പെടുത്തുന്ന അവസരത്തിൽ പിന്നെ എന്താണ് അവർക്ക് തെളിവ് വേണ്ടത്? അതോടുകൂടിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവർക്ക് ശേഖരിക്കാനുള്ള അവർക്ക് ബോധ്യപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ മർദ്ദിച്ച ഒരു ബെൽറ്റ് കിട്ടണം, ആ കുട്ടിയുടെ കഴുത്ത് പിന്നെ ഞെരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടിക്ക് വലിക്കാൻ വേണ്ടി ഉപയോഗിച്ച പിന്നെ വയറ് കിട്ടണം. ഈ 2 വയറും ആ കേസിലെ പ്രധാനപ്പെട്ട ഘടകമല്ലേ? അത് അവർക്ക് ബോധ്യപ്പെട്ടില്ലേ? പെട്ടെന്ന് അത് ചെയ്യുക. ചെന്നതിന് ശേഷം ആ 307 ഇട്ട് കഴിഞ്ഞാൽ ഇട്ടില്ലെങ്കിൽ ഇടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിനെ ഒബ്സർവേഷന് വെക്കണ്ടേ? അദ്ദേഹത്തിന് ഇതിനെ വിട്ടത് തീർച്ചയായിട്ടും അതിൽ രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്നുള്ള ഒരു മൃദു സമീപനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചാർജിൽ ഇപ്പോൾ സസ്പെൻഷൻ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും അത് ലഘൂകരിക്കപ്പെട്ട രീതിയിലുള്ള ഒരു അഴവഴമ്പൻ ഉത്തരവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതല്ലായിരുന്നു വേണ്ടത്. അദ്ദേഹത്തിന് ഗ്രോസ് ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടി അത് ഇന്നമാതിരി പ്രോപ്പർ സെക്ഷൻ ഇട്ടില്ല എന്നും അതുപോലെ തന്നെ ഈ പ്രതിയെ വേണ്ട രീതിയിൽ ഒബ്സർവ് ചെയ്യാനും ഡീറ്റെയിൻ ചെയ്യാനും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഗൗരവമായ സാഹചര്യമാണ് അതിനകത്ത് വരേണ്ടിയിരുന്നത്. അതിനെ ലഘൂകരിച്ച രീതിയിൽ ഇത് പിന്നെ അതിൻ്റെ ഗൗരവം ലഘൂകരിച്ചിട്ട് ശേഷം ഇങ്ങനെ ചെയ്യപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതല്ല, കുറച്ചുകൂടെ ഗൗരവതരമായിട്ടൊരു സമീപനമാണ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, പെൺകുട്ടിയുടെ അമ്മ പല കാര്യങ്ങളും ഇവിടെ പറയുകയുണ്ടായി. രാഹുലിന്റെ അമ്മയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. രാഹുലിന്റെ അമ്മ ഈ ചർച്ചയിൽ തുടരുന്നുണ്ട്. രാഹുലിന്റെ അമ്മ അതിന് മറുപടി പറയട്ടെ. രാഹുലിന്റെ അമ്മ കേട്ടല്ലോ ആ പെൺകുട്ടിയുടെ അമ്മ എന്തൊക്കെയാണ് താങ്കളെ അടക്കം പറഞ്ഞത് എന്ന്, അതിനുള്ള മറുപടി. കേട്ടു സാറേ, എല്ലാം ഞാൻ കേട്ടു. ഹലോ, പറഞ്ഞോളൂ, എന്താണ് മറുപടി പറയാനുള്ളത്? മറുപടി പറയാനെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞതൊക്കെ പകുതിയും കള്ളമാണ്. എന്താണ് പറഞ്ഞ കള്ളം? അവർ പറഞ്ഞതെല്ലാം കേട്ടതല്ലേ? നിങ്ങളെപ്പറ്റി ഇത്രയും ഗൗരവത്തിൽ പറയുമ്പോൾ അതിനുള്ള മറുപടി ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. ഓ സാറേ, ഞാനിത് അറിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവം നടന്നു തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. കാരണം ഞാൻ താഴത്തെ റൂമിലാണ്. അവർ മേളിൽ സ്റ്റെപ്പ് വഴി കയറി പോയി അവരുടെ റൂമിൽ ഏറ്റവും മേളിലാണ് അവരുടെ റൂം. അവിടെ പോയി എന്താ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ഒച്ചപ്പാടോ ബഹളമോ കേട്ടാൽ നമുക്ക് പോകാം. ഒന്നത്. രണ്ടാമത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂവോ വഴക്കോ കച്ചറയോ ഒന്നുമില്ല. കാരണം എപ്പോഴും കൈ തോളിലിട്ടാണ് ഇവർ നടക്കുന്നത്.
ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും പിന്നെ റൂമിൻ്റെ പുറത്തൊന്നും വരികയില്ല. അല്ല, ആ കുട്ടിയുടെ അമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുൻപായിട്ട് രാഹുലിന്റെ അമ്മ രാഹുലിനെ വിളിച്ച് മുറിയിൽ അടച്ചിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ എറണാകുളത്ത് അവരുടെ വീട്ടിലെ റിസപ്ഷന് ചെന്നപ്പോ ഈ മകളെ പറ്റി പരാതി പറയുകയുണ്ടായി. ഇതൊക്കെ പറഞ്ഞത് കേട്ടതല്ലേ താങ്കൾ? ഓ ഓ ഓ ഓ മകളെ പറ്റി പരാതി പറഞ്ഞെന്ന് പറഞ്ഞാൽ സാറേ, എനിക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനും ഇവിടെ ജോലിക്ക് ആളുണ്ട്, ഞാനുണ്ട്, എൻ്റെ മോളുണ്ട്. ഞങ്ങൾ അതിനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അത് തന്നെ കള്ളമാണേ. കാരണം ഇവിടെ വന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങൾ മേശപ്പുറത്ത് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ വിളമ്പി വെച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സഹകരിച്ച് കൊടുക്കും. അപ്പോൾ അതെടുത്ത് വെച്ച് കഴിക്കൂ. ആ പ്ലേറ്റും കഴുകാതെ ഇവിടെ ആളുണ്ട്, പണിക്ക് ആളുണ്ട്. അവരോട് ചോദ്യം ചെയ്താൽ സാറിനെല്ലാം മനസ്സിലാവും എന്താ ഇവിടെ നടന്ന സംഭവം. അല്ല, ഇപ്പോ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് രാഹുലാണ് പറഞ്ഞത് ഭാര്യയോട് ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് അങ്ങനെ പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്. ആ ആ അപ്പം ഞങ്ങൾ ജോലി ചെയ്യാൻ ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനും വിചാരിച്ചെന്നാ മോൻ പോവാനായില്ലേ, കല്യാണം കഴിഞ്ഞ് ഞാനാ സാറേ കഴുകി കൊടുത്തത്. രാവിലെ എണ്ണിക്കുന്നില്ല, 12 മണിയാകുമ്പോൾ 12 മണി 11 മണി 11:45 ഈ സമയത്താണ് രാവിലെ താഴേക്ക് ചായ കുടിക്കാൻ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ എണ്ണിക്കണം. ഒരു കുറച്ച് നേരത്തെ എണ്ണിറ്റാൽ ചായ കുടിച്ച് പോകാമല്ലോ, ആ സമയം വരെ കിടന്നുറങ്ങണ്ടാലോ, ക്ഷീണം വരൂലേ. അല്ല, ഇങ്ങനൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ അതൊരു വലിയ പരാതിയായി ആ പെൺകുട്ടിയുടെ അമ്മ പറയാനിടയില്ല. ഒരു കാര്യം കൂടി, ഈ പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നതിന് മുമ്പ് മകനെ വിളിച്ച് മുറിയിലിരുത്തി ഒരുപാട് നേരം സംസാരിച്ചു. അതിനുശേഷമാണ് മകന്റെ പെരുമാറ്റം ഈ രൂപത്തിൽ മാറിയത് എന്ന അമ്മ പറയുന്നു. അമ്മ പറയുന്നു, പക്ഷെ മോനെ വിളിച്ച് ഞാനല്ല ഇരുത്തിയത്, അവൻ എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു. എന്നോട് ആവശ്യപ്പെട്ട എന്നാണെന്നറിയാവോ, ഇനി സാറിനോട് തെളിച്ച് പറയാം എന്നാ ആവശ്യപ്പെട്ടതെന്ന്. പിന്നെ എൻ്റെ അമ്മയുണ്ട് ഇവിടെ, കോട്ടയത്തുനിന്ന് വന്നാൽ. അപ്പോൾ അമ്മേനെ ഒഴിവാക്കണം, എൻ്റെ മോളെയും പിള്ളേരെയും ഞാൻ ഇവിടുന്ന് ഒഴിവാക്കണം, അമ്മ ഇവിടുന്ന് ഒഴിവാകണം, എന്നാലേ അതാച്ച മരുമോൾ ഇവിടെ നിൽക്കുവോളെന്ന് ആവശ്യപ്പെട്ടെന്ന്. രാഹുൽ ഉടനെ തന്നെ 26-ാം തീയതി രാഹുൽ ജർമ്മനിയിലേക്ക് പോകില്ലേ? അപ്പൊ ആ മകൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമോ? നിങ്ങളെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് മകൾ ഒറ്റയ്ക്ക് അവിടെ താമസിക്കാൻ പോവുകയായിരുന്നോ? അതാ സാറേ എന്നോട് വന്ന് പറഞ്ഞ അത് തന്നെ. കഥ അടച്ചിട്ടിട്ടല്ല, കഥ ഫുള്ളായിട്ട് അടച്ചിട്ടില്ല. അത് ചെറിയ എൻ്റെ മോടെ 2 കുട്ടികളുണ്ട്, അങ്ങോട്ട് കയറി വരണ്ടെന്നുള്ള ലെവലിലാണ് ചെറുതായിട്ട് ചാരിയിട്ടുള്ള. പറയുമ്പോൾ തോന്നരുത്, വിശ്വാസയോഗ്യമായ കാര്യങ്ങളല്ല താങ്കൾ പറയുന്നത്. എന്തായാലും ശരി, എന്തായാലും ഇപ്പൊ പോലീസ് നിങ്ങളെയും തേടി വരും, കാര്യങ്ങളൊക്കെ നിങ്ങളും പറയുക. എന്തായാലും ഫറോക്ക് ACPക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. ഇതിൽ കൃത്യവിലോപം കാട്ടിയ ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുന്നു. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.